അമ്പലപ്പുഴയിൽ UDF ജി സുധാകരന് പിന്തുണ കൊടുത്താൽ ജി സുധാകരനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് അവിടെ കോൺഗ്രസ് UDF നേരിടുന്ന അല്ല അമ്പലപ്പുഴ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഈ ഇത്രയും നാളായിട്ട്, അതായത് CPM-ന് ഇത്തരമൊരു ഘട്ടത്തിൽ ജി സുധാകരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയാനുള്ള അവസരം പോലും ഉണ്ടാക്കാത്ത രീതിയിലാണ് ജി സുധാകരൻ പുറത്തു പോയതല്ല, അദ്ദേഹം വളരെ കാൽക്കുലേറ്റഡ് ആണെന്ന് തോന്നുന്ന രീതിയിലാണ്. അതായത് മെമ്പർഷിപ്പിൽ നിന്ന് പതുക്കെ ഒഴിയുന്നു. എന്നിട്ട് അതിന്റെ തെരഞ്ഞെടുപ്പ് ഘട്ടം, ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നു. UDF-ന്റെ പിന്തുണ കിട്ടും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരത് പിന്തുണയ്ക്കും. അപ്പോൾ എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിന്റെ മെഷീനറിയും UDF-ന്റെ മെഷീനറിയുമായിട്ട് ജി സുധാകരനെ പോലൊരു നേതാവ് എങ്ങനെ ഒത്തുപോകും എന്നുള്ളത് അമ്പലപ്പുഴ ശരിക്കും ഇടതിന്റെ ഒരു ഷുവർ സീറ്റാണ്. അതിൽ നിന്ന് ഇപ്പൊ ഒരു വേണമെങ്കിൽ UDF പിന്തുണ ജി സുധാകരന് കൊടുത്താൽ വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്താമെന്നൊരു സീറ്റായി അമ്പലപ്പുഴ മാറി, എന്നൊരു സാധ്യതാ സീറ്റായി മാറി. അപ്പോഴും ഈ മൂന്നാമതും പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതിലാണ് എന്റെ ആനന്ദം എന്ന് പറയുന്ന നേതാവിനെ എങ്ങനെയാണ് UDF പിന്തുണയ്ക്കുക? നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. അതായത് ജി സുധാകരനെ പോലെ ഈ 63 വർഷം പാർട്ടിയുടെ അംഗമായിരുന്ന, എത്രയോ വർഷം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ജി സുധാകരന് പെട്ടെന്ന് ഒരു ദിവസം ഈ പാർട്ടി അംഗത്വം, പാർട്ടി ബന്ധം വലിച്ചെറിയുന്നതിന്റെ എല്ലാ മാനസിക പ്രശ്നങ്ങളും അങ്ങനെയുണ്ടാവും. മാത്രമല്ല പിണറായി വിജയനായിട്ട് വ്യക്തിബന്ധം എന്ന് മാത്രമല്ല, ഇപ്പോ അമ്പലപ്പുഴയിലെ പാർട്ടി വോട്ടുകളിലും പാർട്ടി അനുഭാവികളുടെ വോട്ടൊക്കെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്കെതിരെ പറയില്ല എന്നും മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല. ഒരു കാര്യമുണ്ട്, CPM-ന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് മാറുന്നു, മെമ്പർഷിപ്പ് പുതുക്കുന്നില്ല എന്നുള്ളതൊന്നും വലിയ പ്രശ്നമല്ല. പക്ഷേ ആ പ്രസ്ഥാനത്തിലെ ആർക്കെങ്കിലും എതിരെ ഒരു നിലപാട് സ്വീകരിക്കുകയും പാർട്ടി നേതൃത്വം അദ്ദേഹത്തെ വർഗവഞ്ചകൻ എന്ന് കുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പാർട്ടി അണികളോ പാർട്ടിക്കാരോ ആ വശത്തേക്ക് നീങ്ങിയ ചരിത്രമില്ല. അത് ആരായിരുന്നാലും, ഏത് വലിയ നേതാവായാലും. രാഘവൻ CPM-ൽ നിന്ന് പുറത്തുപോയി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം UDF-ന്റെ സഹായത്തോടെ വിജയിച്ചു. പാർട്ടി ഉണ്ടാക്കി, അതിനകത്ത് വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ MV രാഘവൻ എടുക്കൂ, MV രാഘവനായാലും KR ഗൗരിയമ്മയായാലും ഇവരൊക്കെ CMB, JSS തുടങ്ങിയ പാർട്ടി, എന്തിന് നമ്മുടെ പാലക്കാട്ടെ PK ശശി പോലും ഇപ്പോൾ ഒരു പാർട്ടിയുമായി രംഗത്തെത്തുന്നുണ്ട്. അപ്പം ഇവരെല്ലാം ഉണ്ടാക്കുന്നത് ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുകയാണ്, അതിലേക്ക് പലരായി എത്തും. അങ്ങനെ അവരൊരു മുന്നണിയുടെ ഭാഗമാകും. ഇവിടെ സ്വതന്ത്രമായി അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത്, ഞാൻ നിൽക്കും, എങ്ങനെയാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം? ഞാൻ ഓട്ടോറിക്ഷയിലോ മറ്റോ പോകണം, ചുവരെഴുതില്ല, ഏതായാലും ജി സുധാകരൻ തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെയായിരിക്കും മത്സരിക്കുക എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങളിൽ കൗതുകം.